നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ചീരമുട്ടത്തോരൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇലക്കറികൾ എന്നും നമ്മളുടെ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ശരിക്കും അത്യാവശ്യം തന്നെയാണ്. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് വെയിറ്റ് കുറയാൻ നല്ലതാണ്. അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒരുപാട് ഉണ്ട്. അതുപോലെ ഡയബറ്റിക്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ BP ഉള്ളവർക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചീരമുട്ടത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് വെറൈറ്റി ചീര ആണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കെട്ട് പാലക്കാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് ചെറുതായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വളർന്നു വരുമല്ലോ. ഈ ഒരു ചീരയുടെ ഇല മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടങ്ങ് മുറിച്ചെടുക്കാം. അപ്പോൾ ചീര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ. ഇലക്കറികൾ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഹെൽത്തിയാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചീരയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു വെജിറ്റബിൾ ചോപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൗളിലേക്കാണെങ്കിലും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട എപ്പോഴും കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ഞാൻ 5 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് മുറിച്ചിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടാൽ. ഇപ്പോൾ വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. പച്ചമുളക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ തന്നെ വരും. ഇതിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഒരു 3-4 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചീരയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർക്കാത്തവരുണ്ട്. ചീര ഇപ്പോൾ എന്താ പറയുക, ലീഫി വെജിറ്റബിൾ അല്ലെങ്കിൽ ഇലക്കറിയാണല്ലോ, അത് കാരണം. പക്ഷെ ഞാനെപ്പോഴും കറിവേപ്പില ചേർക്കാറുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ അല്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വലിയ സവാള ഇതൊന്ന് ഇതുപോലെ ഒന്ന് വലുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 3/4 കപ്പ് അളവിൽ നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടി പോണ്ടാട്ടോ, നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇതെല്ലാം ചേർത്താൽ മതി. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. ഇപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. സവാളയൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് മതി. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണ കാരണമാണ്, ഓരോന്ന് പറയുന്നത് കാരണമാണ് കൂടുതൽ സമയം എടുക്കുന്നത്. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിനൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഒരു മുട്ട, സവോള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ മുട്ടയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് റെഡി ആയി വന്നതിന് ശേഷം മുട്ട ഒന്ന് കൊത്തിപ്പിരിച്ചെടുക്കാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചീര ചേർത്ത് കൊടുത്താൽ മതി. കാരണം പാലക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് ചേർത്തിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലുള്ള ഇലക്കറികൾക്കൊന്നും ഒരുപാട് വേവ് കാര്യങ്ങളൊന്നും ഇല്ല. ഓവറായിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇടയ്ക്ക്. എല്ലാം കറിവേപ്പിലയും എല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പച്ചമുളക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കേട്ടോ. പിന്നെ ഇതിലൊക്കെ ഇടുന്ന ഈ ഒരു സവാളയൊന്നും ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
ഈ ഒരു മുട്ടയൊക്കെ ഒന്ന് റെഡിയായി ചീരയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും തന്നെ ആവശ്യത്തിന് വഴന്നു വരും. സെപ്പറേറ്റ് വഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റി ആട്ടോ. ഞാൻ ഈ ഒരു രീതിയിലൂടെ സ്ഥിരം ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടമാണ്. ഒന്ന് റെഡി ആയിട്ട് വന്നോട്ടെ. ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ചീര ചേർത്താൽ മതി. ഇപ്പോൾ കണ്ടത് ഒന്ന് ഡ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ലപോലെ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഒരു പാലക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഏത് ചീര ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം റിലീസാവും. അപ്പം ഇങ്ങനെ മുട്ടയിലേക്ക് പാലക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളമൊക്കെ ഈ ഒരു മുട്ട വലിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പിന്നെ പാലക്കാണെങ്കിലും ഓവർ കുക്കായിട്ട് വരും. ആദ്യം പാലക്ക് വേവിച്ചിട്ട് പിന്നെ മുട്ട ചേർക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് റെഡി ആയിട്ട് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിപ്പോവും. പ്രത്യേകിച്ച് ഇതുപോലെ ലീഫ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ലീഫ് വെജിറ്റബിൾസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, ഒക്കെ വഴന്ന് വരുമ്പോൾ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഈ പാലക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരും ഇതിൻ്റെ കൂടെ കിടന്ന്, അതന്നെ മതി. ഇപ്പോൾ അതേ നമ്മുടെ പാലക്കൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പം പാലക്ക് പലരും കഴിക്കാത്തതിൻ്റെ ഒരു റീസൺ ഇതിനൊരു മണമുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ മുട്ടയിൽ കിടന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു മണമോ കാര്യങ്ങളോ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ പാലക്ക് അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ട കൂടുതലെടുക്കുക, അതിനുശേഷം പാലക്ക് കുറച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനിനി കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു ഇത്തിരി ഉപ്പ് കുറവാണ്. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പാലക് മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തേക്കാവുന്നതുള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പം ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.